ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പിക്കച്ചാം റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വൈകി എത്തുന്ന അനുഗ്രഹം എന്താണെന്നാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് ഈ എനർജറ്റിക്കൽ അലൈൻമെൻറ്റ് നടക്കാത്തത് മൂലം, അല്ലെങ്കിൽ ചില ആളുകൾ എന്താ പറയുക, ഒരു തരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻസ് കൊണ്ട്, അതായത് ചിലപ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ മറ്റോ ഒരു ഈവിൾ എനർജി സെൻഡ് ചെയ്തിട്ട് നമുക്ക് വരേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങളും മാറ്റങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ട അല്ലെങ്കിൽ നീണ്ടുപോയ കാലതാമസം എത്തിയിട്ടുള്ള അനുഗ്രഹം, അങ്ങനത്തെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അതെന്താണ്, അതേത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, അതെന്താണ് ആ അനുഗ്രഹം, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ 3 ചാംസാണ് നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇൻറ്റ്യൂറ്റീവ്ലി വേണം നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ചാം ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ 2 ഗ്രൂപ്പിലെയും റീഡിംഗ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മെസ്സേജസും, എല്ലാ സന്ദേശങ്ങളും നിങ്ങൾക്കുള്ളതായിരിക്കില്ല എന്നുള്ളതും ഓർമ്മയിൽ വേണം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാം. അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സ് കൊടുത്തതിന് തൊട്ട് താഴെ തന്നെ ഉണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് കടക്കുകയാണ്. ഇനി നിങ്ങളുടെ കൂടാണ്, നിങ്ങളാണ് നിങ്ങളുടെ ചാം ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി ചൂസ് ചെയ്യേണ്ടത്. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, ഏത് മേഖലയിലാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വൈകി എത്തുന്ന അനുഗ്രഹം ഏത് മേഖലയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ മേജർ അർക്കാന യെസ് കാർഡുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് നോക്കുന്നത്. ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിലെ ഏത് ഏരിയയിലാണ് ഈ ഒരു വൈകി എത്തുന്ന അനുഗ്രഹം ഉണ്ടാകുന്നത്? നമ്മളിവിടെ ചില കൺഫർമേഷൻ കാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഓക്കെ, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് എന്നാണ് കാണുന്നത്. ഓക്കെ, കാരണം എംപറർ കാർഡാണ് കരിയർ അല്ലെങ്കിൽ ബിസിനസ് മേഖല എന്ന് കൊണ്ട് ഉദ്ദേശിക്കണേ. ഓക്കെ, അപ്പോൾ കരിയർ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത്, ഈ ഒരു അനുഗ്രഹം, ഈ ഒരു വൈകി എത്തുന്ന അനുഗ്രഹം, ഒരു ഡിലേഡ് ബ്ലെസ്സിങ് സംഭവിക്കുന്നത്. നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ബാക്കി കാർഡ്സ് നമുക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന ആ വൈകി എത്തുന്ന അനുഗ്രഹം എന്താണെന്ന് നോക്കാം. ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. 9 to 5 ജോബ് ആണെങ്കിൽ ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഒരു പുതിയ ഐഡിയ ആയിരിക്കാം. ഓക്കെ, ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കാം. നമുക്ക് നോക്കാം. ക്ലാരിഫൈ ദ ഡബിൾ. ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ്സിൽ വൈകി എത്തുന്ന ആ ഒരു മാറ്റം നിങ്ങളിലാണ് ആദ്യം തന്നെ മാറ്റം കാണുന്നത്. ഇപ്പോൾ ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ വിചാരിച്ച പോലെ ശോഭിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് കുറേ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിലുള്ളതായിട്ട് ഞാൻ കാണുകയാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, അങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് വിട്ടകന്ന് ഒരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ആത്മവിശ്വാസമോ കുറവോ ഇല്ലാതെ നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുന്ന ആ ഒരു മാറ്റമാണ് നിങ്ങളുടെ അനുഗ്രഹം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ കരിയറിലായിരിക്കും ഏറ്റവും കൂടുതൽ വിസിബിൾ ആവുക എന്നാണ് ഞാൻ കാണുന്നത്. ആ ഒരു മാറ്റം നിങ്ങളിലാണ് സംഭവിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ കരിയറിലായിരിക്കും അത് കൂടുതൽ വിസിബിളായിട്ട് കാണുക. ഇത് നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഡിവൈൻ ടൈമിങ്ങിൽ തന്നെ നടക്കേണ്ടതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. എന്താണ് ഈ അനുഗ്രഹം? അവരുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള മേഖല എന്ത് അനുഗ്രഹമാണ്? അതിൻ്റെ ഡീറ്റെയിൽസ് തരാമോ?
ഒരു സഡൻ ഷിഫ്റ്റ് ആയിരിക്കും, പെട്ടെന്നുള്ള മാറ്റം. പക്ഷേ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവാണ്. പക്ഷേ സഡൻ ഷിഫ്റ്റ് ആയിരിക്കുമെന്ന് കാണുന്നു. എന്തായാലും ഈ ഒരു ഷിഫ്റ്റ് പോസിറ്റീവാണെന്ന് പറയാൻ കാരണം ഇതൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ്, ഒരു വലിയ സക്സസ്, ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ കരിയറിൽ. അതെങ്ങനെയാവാം, ഈ നേട്ടം എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആണ്, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കരിയറിലെ നേട്ടം, ഓക്കെ, നിങ്ങളൊരു വലിയ നേട്ടമായി കാണുന്നത്, അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ അത് വളരെ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന, ഒട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു കാര്യം നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് ഇങ്ങനെ നടക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ഒരു സക്സസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 of Wands ആണ് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അത് പേരും പ്രശസ്തിയും എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സക്സസ് ആണ്. ജസ്റ്റ് ഒരു മിയർ സക്സസ് അല്ല. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടം കൊണ്ട് നിങ്ങൾക്ക് പബ്ലിക് അറ്റൻഷൻ കിട്ടുകയാണ്, നിങ്ങൾ ആ ഒരു ലൈം ലൈറ്റിൽ വരികയാണ്. അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ ബിസിനസ്സിലോ കരിയറിലോ ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് തന്നെയാണ്, ഡിവൈൻ ടൈമിൽ നടക്കേണ്ടതാണ്. എന്തായാലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് കാണുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ്, ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു നേട്ടം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഈ ഒരു നേട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് എന്താ പറയുക, സ്കൈ റോക്കറ്റ് ചെയ്യുന്നതില്ലേ, ആത്മവിശ്വാസം പെട്ടെന്ന് തന്നെ വളരെ കൂടുന്നതും അത് കൂടുതൽ ശക്തമാകുന്നതും അങ്ങനെ ആകുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഈ ഒരു നേട്ടം നിങ്ങൾ എത്തിക്കുന്നത്. നിങ്ങൾ വളരെയധികം എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആവും. ഓക്കെ, ദ മൂൺ കാർഡ്, എംപററിന് തന്നെ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കണേ. അതായത് നിങ്ങൾ പിന്നെ നിങ്ങൾ ആ ഒരു ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനോ അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, അങ്ങനത്തെ ഒരു ചിന്തയെ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു പോയിന്റ് ബ്ലാങ്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബ്ലാങ്ക് സിറ്റുവേഷൻ ഇൻ ദ സെൻസ്, എന്താ പറയേണ്ടത്, ഒന്നും അറിയില്ല. ഫ്യൂച്ചർ എന്ന് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് ഇനി ഇവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് കരിയറിനെ എത്തിക്കാനോ, അല്ലെങ്കിൽ കരിയറിൽ ആഗ്രഹിക്കുന്ന നിലയിൽ വളരാനോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ആ ഒരു ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു വളർച്ച കൊണ്ടുവരാനോ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ മനസ്സിലാക്കൂ, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു ഷിഫ്റ്റ് അതാ പറഞ്ഞത്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല കാര്യങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് മറിയും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ ഒരു മാറ്റത്തിൻ്റെ കൂടെ ഈ ഒരു അനുഗ്രഹം വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡിസിഷൻസൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളൊരു യാത്ര, അതായത് റീലൊക്കേറ്റ് ചെയ്യാനൊരു തീരുമാനം, അല്ലെങ്കിൽ റീലൊക്കേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങളത് ചെയ്യുകയാണ്. ഓക്കെ, ഈ റീലൊക്കേഷനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാണ്, നിങ്ങളത് മുന്നോട്ട് പോവുകയാണ്. ഒരു പുതിയ അധ്യായം തന്നെയാണ് നിങ്ങളുടെ കരിയറിൽ ഈ ഒരു മാറ്റം, ഈ ഒരു അനുഗ്രഹം വരുന്നത്. ഈ അനുഗ്രഹത്തിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, ആ ഒരു റീബർത്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, അതിലൂടെ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, അതൊരു പുതിയ അധ്യായം തന്നെയാണ്. അവിടുത്തെ എനർജി, അവിടെ നിങ്ങൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന കുറേ വ്യക്തികളുണ്ട്, കുറേ പുതിയ എനർജികളെ നിങ്ങൾ എന്താ പറയുക കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടുന്നു. ഇതൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന, നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഒറ്റയ്ക്ക് എന്നുള്ള തോന്നലുണ്ടാവില്ല. നിങ്ങൾ എന്ത് ഹെൽപ്പിനും, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ എന്താ പറയുക അതിനുള്ള ആളുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് ഞാൻ കാണുന്നു. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സ്പിരിച്വൽ സൈഡും വളരെയധികം സ്ട്രെങ്തൻ ആവുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം നിങ്ങൾക്കൊരു സ്പിരിച്വൽ റിലേറ്റഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് ഈ ഒരു സക്സസ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്, കാഴ്ചപ്പാടുകളൊക്കെ കാര്യമായിട്ടൊരു വ്യത്യാസം ഉണ്ടാവുക, അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മാറ്റം പറയുന്ന പോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതോ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ ഈ ഒരു രീതിയിൽ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ശരിയാണ്, കുറച്ചൊന്നും ചിലപ്പോൾ ഓവർവെൽഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ സ്മൂത്തായിട്ടാണ് നിങ്ങൾ പിന്നെ അതിൽ അങ്ങനെ പോവുക. ഓക്കെ, നിങ്ങളതിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ഒട്ടും കാണുന്നില്ല. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നും കാണുന്നു. ഇതെന്തായാലും ഒരു ലോങ് ടേം ചേഞ്ചാണ്. ഈ അനുഗ്രഹം കൊണ്ടുവരുന്ന മാറ്റം, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നേട്ടം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്, ആ നേട്ടത്തിലൂടെ നിങ്ങൾ ഒരു ലൈം ലൈറ്റിലേക്ക് എത്തുകയാണ്. ആ നേട്ടത്തിലൂടെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുന്നു, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലും മാറ്റം വരുന്നു. ഇതെല്ലാം വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് എന്നും ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങൾക്കതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, നല്ല നല്ല ബന്ധങ്ങൾ, നല്ല നല്ല റിലേഷൻഷിപ്സ്, പിന്നെ ഒരുപാട് നിങ്ങൾ
നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടാവും. പക്ഷേ അതിനെല്ലാം തുടക്കമിടുന്നത് ഈ കരിയറിൽ വരുന്ന ഈ ഒരു മാറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നിങ്ങൾ അത്രയും ഹാപ്പി ആകും എന്നാണ് ഞാൻ കാണുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രഷ് എനർജി ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാവിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒട്ടും കൺസേൺഡ് ആവുന്നത് ഞാൻ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെല്ലാം വിട്ട് കളഞ്ഞ് നിങ്ങൾ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യും. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ വളരെയധികം എന്താ പറയുക, ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നു. ഒരു ബ്രേക്ക് ത്രൂ ആണ് നിങ്ങളുടെ കരിയറിൽ, ഒരു കാര്യമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജനശ്രദ്ധ കിട്ടുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇത് എന്താ പറയുക, ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ തോന്നും, ഓ എന്തൊരു ഭാഗ്യമാണ്, അവരുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. പക്ഷെ നിങ്ങൾ അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ വരുന്ന നേട്ടം, ഈ ഒരു ബ്രേക്ക് ത്രൂ, നിങ്ങളുടെ സക്സസ്സിൽ അല്ലെങ്കിൽ ഒരു കരിയറിൽ ഉണ്ടാകുന്ന സക്സസ്. ഓക്കെ, നിങ്ങളത് അപ്പോൾ എന്താ പറയുക, മറ്റുള്ളവർ ഓ ലക്കാണ് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സത്യാവസ്ഥ. നിങ്ങളപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ് എന്നൊക്കെ വന്നിട്ട് പറഞ്ഞാൽ, അതായത് നിങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ഭാഗ്യം കൊണ്ട് കിട്ടിയതാണെന്നുള്ള പോലെ ആരെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പറയുകയോ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അവരോട് പറഞ്ഞ് ഫലിപ്പിക്കാനും പോണ്ട, ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് നമുക്കറിയാം, അത് മതി. ഓക്കെ, യൂണിവേഴ്സിനും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ ടെമ്പറൻസ് കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒരു ബാലൻസ് വരികയാണ്. ഈ ഒരു മാറ്റം, ഈ ഒരു നേട്ടത്തിലൂടെ ഉണ്ടാകുന്ന നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ മാറ്റം വരുത്തണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാണ് എന്തുകൊണ്ടാണ് പാസ്റ്റിൽ ഇങ്ങനെ കുറേ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തത്. ഇതുവരെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചാലഞ്ചസ് ഫേസ് ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായത്, എന്താണ് അതിൻ്റെയൊക്കെ കാരണം എന്നുള്ള ഒരു വ്യക്തത, അതൊക്കെ സംഭവിച്ചതിൻ്റെ ശരിയായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിനെ കുറിച്ച് നിങ്ങളൊരു എന്താ പറയുക, അതിൽ പിന്നെ നിങ്ങൾ ഒട്ടും ഉടക്കി നിൽക്കില്ല. കാരണം അത് നമുക്ക് അവിടെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ക്ലാരിറ്റി കിട്ടാത്തതാവാം ഒരു കാരണം, നിങ്ങൾ ആ പാസ്റ്റിൽ നിന്ന് മൊത്തത്തിൽ മൂവ് ഓൺ ചെയ്യാത്തത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ വൈകി എത്തുന്ന അവരുടെ കരിയറിൽ വൈകി എത്തുന്ന ഗ്രഹത്തിനെ കുറിച്ചിട്ട് ഗ്രൂപ്പ് 1 അറിയേണ്ടതുണ്ടോ? ഇത് വളരെയധികം എന്താ പറയണ്ടത്, നിങ്ങൾക്ക് അബണ്ടൻസിന് എഴുതുന്നത് എന്താണ് ഇത്. ഈ ഒരു ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സൈറ്റഡ് ആവും, ഓഫ്കോഴ്സ് നിങ്ങൾ സർപ്രൈസ്ഡ് ആവും. പക്ഷേ ഈ ഒരു മാറ്റം വരുന്നത്, ഈ ഒരു നേട്ടം ഉണ്ടാവുന്നതും നിങ്ങൾ ലൈം ലൈറ്റ് എത്തുന്നതും ഒക്കെ നിങ്ങൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ നടന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. ഓക്കെ, ഇത് ഇത്ര എളുപ്പമായിരുന്നു എന്നുള്ളൊരു തോന്നൽ നിൽക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ ഇതിനൊരിക്കലും ചേസ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ അതിൻ്റെ പിന്നാലെ പാഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളൊരു പോയിന്റിൽ അതിന് വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് തീരെ വിട്ട് കളഞ്ഞു എന്നല്ല, പക്ഷേ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം. അതെന്താ വേണ്ടതെന്ന് യൂണിവേഴ്സിനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ആക്ഷൻസ് എടുക്കുന്നുണ്ട് എന്നല്ലാതെ അതിനായി കാത്തിരിക്കുക. ഓക്കെ, അത് വേഗം വേഗം നടക്കാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അത് സംഭവിക്കാണ്ടാവുമ്പോൾ ഒരു ആവലാതി ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ ഒരു എന്താ പറയണ്ടേ, ഒരു എംപ്രസ് എനർജിയിലാണ് നിങ്ങൾ പോകുന്നത്. ആ ഒരു എനർജി, നിങ്ങളുടെ എനർജിയിലുണ്ടായ ഷിഫ്റ്റ്, നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. പക്ഷേ നിങ്ങൾക്ക് വരുന്നതും നിങ്ങൾക്കത് ആ ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നതും അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ സ്മൂത്ത് ആയിരിക്കും. അതിൽ നിങ്ങൾക്കതൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ല. ഓക്കെ, ഒരു അൺകംഫർട്ടബിൾ എനർജി ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എടുത്ത നല്ല നല്ല തീരുമാനങ്ങളുടെ ഫലമാണ് ഈ ഒരു അനുഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ നിങ്ങളെടുത്ത ചില നല്ല നല്ല തീരുമാനങ്ങളുണ്ട്, അതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, പിന്നെ അവിടെ നിന്ന് ഈ ഒരു വിജയം ഉണ്ടാകുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു നേട്ടം ഉണ്ടാകുന്നു, അതിലൂടെ ലൈഫിൽ മാറ്റം വരുന്നു, പിന്നെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നു കരിയറിൽ.
അവിടെ നിന്ന് പിന്നെയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കരിയറിൽ കൂടുതൽ ഉയരങ്ങളിലെത്താനുള്ള അനേകം അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. എന്താണ് ഗ്രൂപ്പ് 1-ലുള്ളവർക്ക് ഈ ഒരു വൈകി എത്തുന്ന അനുഗ്രഹത്തിനെ ബേസ് ചെയ്തിട്ട് അവർക്കുള്ള ഗൈഡൻസ് എന്താണ്? അവരോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത്? നിങ്ങൾ കാത്തിരുന്ന് വരുന്ന ഒരു അനുഗ്രഹമാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. അത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്വദിക്കണം, നിങ്ങളത് ആഘോഷിക്കണം. ഓക്കെ, ഗ്രാൻഡ് പാർട്ടി നടത്തണം എന്നല്ല പറയണത്, പക്ഷെ അത് നിങ്ങൾ എന്തായാലും ആ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടായി സന്തോഷം എന്ന് പറഞ്ഞിരിക്കാതെ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകളുമായിട്ട് അതൊന്ന് എൻജോയ് ചെയ്യണം. ചെറിയ രീതിയിലെങ്കിലും നിങ്ങളത് ആഘോഷിക്കണം എന്ന് പറയുന്നു. ഇത് നിങ്ങൾ സന്തോഷിക്കേണ്ട സമയമാണെന്ന് പറയുന്നു. ഇത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന സമയമാണ്, നിങ്ങളത് ആഘോഷിക്കണം എന്ന് പറയുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മേലെയാകാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആൾക്കാർ ചിലപ്പോൾ ചുറ്റും പറയുമ്പോൾ നിനക്ക് ഭാഗ്യമാണ്, എന്താ പറയുക, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നിട്ട് കിട്ടി, ഇങ്ങനത്തെ ഒക്കെ ഒരു ഡയലോഗ്. കാരണം അവർ കണ്ടിട്ടില്ല നിങ്ങളുടെ ഹാർഡ് വർക്ക്. നിങ്ങളത് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക പ്രദർശനം നടത്തിയിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തിട്ടുള്ളത്. അത് ബാക്കിയുള്ളവർക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ പല കമൻസും ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളെപ്പോഴും മനസ്സിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യം, ഈ ഒരു നേട്ടം, ഈ നേട്ടത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന ഉയർച്ച, ഇതൊക്കെ നിങ്ങൾ അർഹിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഫലം കാണാഞ്ഞിട്ട് പോലും ആ ലക്ഷ്യത്തിനെ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോയതിന് യൂണിവേഴ്സ് തരുന്ന ഒരു സമ്മാനമാണ് എന്ന് നിങ്ങൾ സ്വയം പറയണം. ഓക്കെ, സ്വയം നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് ഉറച്ച് വിശ്വസിക്കണം. മറ്റുള്ളവർ എന്തുവേണേലും പറയട്ടെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലത് പറയുന്നുണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്തോളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെലിബ്രേറ്റ്, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ആ ഒരു ഹാപ്പിനെസ്, എന്താ പറയണ്ടേ, നമ്മളിത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മാറ്റമാണ്. ഇത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു നേട്ടമാണ്. അതിനെ ജസ്റ്റ് ഒരു താങ്ക്സ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നിങ്ങളത് ആഘോഷിക്കണം. കാരണം നിങ്ങളുടെ ജീവിതം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മാറുകയാണ്. ഓക്കെ, ആ മാറ്റം, ഈ ഒരു നേട്ടം വരുന്നത് പെട്ടെന്നായിരിക്കും, പിന്നെ മാറ്റം ഉണ്ടാകുന്നത് ഗ്രാജുവലിയാണ്, പതുക്കെ. പക്ഷെ എന്നാൽ ഒരുപാട് നിങ്ങളിപ്പോൾ ഈ കാത്തിരുന്ന പോലെ ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളത് ആഘോഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ അക്നോളജ് ചെയ്യുക, അതിന് എക്സൈറ്റഡ് ആവുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. അങ്ങനെ ഒരു ലൈഫിൽ കൂടുതൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു എൻജോയ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് കാത്തിരിക്കാതിരിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങളുടെ കരിയറിലെ മാറ്റം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മാറ്റം യൂണിവേഴ്സ് കൊണ്ടുതരികയാണ്. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യം, ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. മാത്രമല്ല ഇത് എന്താ പറയണ്ടേ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. ഈ ഒരു സക്സസ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ അതിനായി തയ്യാറായപ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അതുമാത്രമല്ല, ഇതിലൂടെ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്കും കുടുംബത്തിന് നിങ്ങളൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി കിട്ടുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു മാറ്റം നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ വിരുന്ന് ഒരുക്കാനോ അല്ലെങ്കിൽ വലിയ പാർട്ടി നടത്താനോ അല്ല പറയണത്. പക്ഷേ നിങ്ങളത് ഒരു ചെറിയ രീതിയിലെങ്കിലും അതിനൊന്ന് ആഘോഷിക്കണം. ഈ മാറ്റത്തിനെ, ഈ നേട്ടത്തിനെ നിങ്ങൾ ആഘോഷിച്ചിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണോ എന്നൊക്കെ നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഇനി എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഡിസംബർ 2024 ഈ ഡിസംബർ മാസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും മാസങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ആ മാസത്തിനൊക്കെ ഈ പറഞ്ഞ മാറ്റവും ഈ വരുന്ന നേട്ടത്തിനോടനുബന്ധിച്ചുള്ള മാറ്റവും ഒക്കെ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ആവശ്യത്തിന് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൺഡേ കിട്ടിയിട്ടുണ്ട്, ഞായറാഴ്ച. ഓക്കെ, പിന്നെ നമുക്ക് ഇനീഷ്യൽ കിട്ടിയിട്ടുണ്ട് MEOL. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ,
മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ആകാം. പിന്നെ നമുക്ക് കുറച്ചധികം തീയതികൾ കിട്ടിയിട്ടുണ്ട്. 15, 14, 18, 13, 7, 31, 20, പിന്നെയും ഉണ്ട് ഡേറ്റ് 11, 6. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്. എക്വേറിയസ്, വിർഗോ, പൈസസ്. നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് സൈൻ ഈ പറഞ്ഞ 3 ആവാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒക്കെ ആകാം. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സീസൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സമ്മർ, മൺസൂൺ, ഓട്ടം അല്ലെങ്കിൽ ഫോൾ. അപ്പോൾ നമ്മുടെ ഇവിടെ സമ്മർ എന്നൊക്കെ, ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്താണ് സമ്മർ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരിയോട് കൂടെ തുടങ്ങും. ഓക്കെ, ഫെബ്രുവരി പകുതി ഒക്കെ ആയിട്ട് നമുക്ക് സമ്മർ തുടങ്ങും. പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, പിന്നെ മെയ്, ജൂൺ, ജൂലൈ, ഒരു ഓഗസ്റ്റ് ഒക്കെ നമ്മുടെ മൺസൂൺ സീസണാണ്. പിന്നെ ഒരു സെപ്റ്റംബർ അല്ല, നമുക്ക് ശരിക്കും തുടങ്ങുന്നത് ഒരു സെപ്റ്റംബർ ലാസ്റ്റ്, ഒക്ടോബറൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ശരിക്കും ശിശിരകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി തൊട്ട് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഫെബ്രുവരി 2025 തൊട്ട് ആ ഒരു ഓൾമോസ്റ്റ് ഇയർ എൻഡ് വരെ എന്നുള്ള പോലെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ മാസങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2025 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജാനുവരിയാണ് പെടാതിരുന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ വേണമെങ്കിൽ നവംബർ, ഡിസംബർ പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ബാക്കി എല്ലാ മാസവും ഉണ്ട്. അപ്പം അത് ആണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മാസങ്ങൾ. ഈ പറഞ്ഞ ഏതെങ്കിലും മാസങ്ങളിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവുക. അതും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറക്കാതെ ഇതുപോലുള്ള റീഡിംഗ് ഇനിയും കേൾക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ ഈ സാന്നിധ്യം ഈ റീഡിംഗിൽ ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നല്ല ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ഇത് ആക്ച്വലി നല്ല കരിനീലയാണ്, പക്ഷേ ഇതിലെന്തൊരു വയലറ്റ് ഷെയ്ഡായിട്ടാണ് കാണുന്നത്. അതെന്താണെന്ന് മനസ്സിലാവണില്ല. ക്യാമറയുടെ ഗുണമാകാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിങ്ങളുടെ ജീവിതത്തിൽ വൈകി എത്തുന്ന ഒരു അനുഗ്രഹമാണ് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അനുഗ്രഹം അത് ഏത് മേഖലയിലാണെന്ന് അറിയാനായിട്ട് ഞാൻ ഒരു കൺഫർമേഷൻ കാർഡ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ മേജർ അർക്കാന കാർഡ്സ് മാത്രമേ ഉള്ളൂ. 22 കാർഡുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലേ, ഇതിൻ്റെ കരിനില ഇതാണ് അതിൻ്റെ ശരിയായ കളർ. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ കാർഡിലെ എല്ലാ കാർഡ്സല്ല, ഇതിൽ കുറച്ച് കാർഡ്സിന് ഞാൻ കൺഫർമേഷൻ കാർഡായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലാണ് മാറ്റം വരുന്നതെങ്കിൽ എംപറർ കാർഡാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫ്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിൽ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമാണെങ്കിൽ നമുക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടേണ്ടത്. അല്ല നിങ്ങളുടെ മറ്റ് റിലേഷൻഷിപ്പുകൾ, അതായത് സുഹൃത്ത് ബന്ധങ്ങൾ, പിന്നെ ഫാമിലി, കുടുംബജീവിതം, ഒക്കെ കുടുംബാന്തരീക്ഷം ഇൻ ജനറൽ, അങ്ങനെ മറ്റ് ബന്ധങ്ങളിലാണ് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് എങ്കിൽ നമുക്ക് എംപ്രസ് കാർഡ് കിട്ടണം. അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ആത്മീയമായ ലെവലിലാണ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വരുന്നതെങ്കിൽ ഹൈ പ്രീസ്റ്റസിനെയാണ് കിട്ടേണ്ടത്. അല്ല പൊതുവായി നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ എല്ലാ മേഖലയിലും കൂടെ ഒരു മാറ്റം വരുത്തുന്ന, ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടണം. ഓക്കെ, ഞാൻ ഈ റീഡിങ് ചെയ്യാറ്, ഞാൻ കൂടുതലും പേഴ്സണൽ റീഡിങ്സ് ചെയ്യുമ്പോഴാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇതൊന്ന് നമ്മുടെ കളക്റ്റീവ് റീഡിങ്ങിലും ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ബാക്കി എന്ത് കാർഡ് കിട്ടിയാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം നമ്മൾ ഈ പറഞ്ഞ കൺഫർമേഷൻ കാർഡ്സിൽ ഏതിലൊന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് 2-ൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ്, ഏത് ഏരിയയിലാണ് ഈ വൈകി എത്തുന്ന അനുഗ്രഹം ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞ കൺഫർമേഷൻ കാർഡിൽ ഒന്നാണ് ഉത്തരമായിട്ട് തരേണ്ടത്.
അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മാറുകയാണ്. ഓക്കെ, നിങ്ങളെ എല്ലാവരും എക്സൈറ്റഡ് ആവണം, കാരണം അത്രയും എല്ലാ മേഖലയിലും മാറ്റം വരുത്തുന്ന ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂണാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് അവിടെ തന്നെ വെക്കുകയാണ്. ഇനി നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് 2-ൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തുന്ന ഒരു അനുഗ്രഹം, എല്ലാ മേഖലയിലും ഒരു മാറ്റം വരുത്തുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഗ്രൂപ്പ് 2 അറിയേണ്ടത്. ഗ്രൂപ്പ് 2-ൻ്റെ ജീവിതത്തെ മൊത്തത്തിലായി മാറ്റിമറിക്കാൻ വരുന്ന ആ അനുഗ്രഹം, വൈകി എത്തുന്ന ആ അനുഗ്രഹം എന്താണ്? ഒരു വാർത്തയാവാം, ഒരു ന്യൂസ്, ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലാരിഫൈ ദ കിങ് ഓഫ് കപ്സ്. ഇതൊരു വാർത്തയാണോ, ഒരു വ്യക്തിയാണോ? ക്ലാരിഫൈ ദ കിങ് ഓഫ് കപ്സ്. എന്തായാലും ഒരു ന്യൂ എനർജി. ഓക്കെ, ന്യൂ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവും സംഭവിക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കൊരു വാർത്ത, നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നല്ല വാർത്ത കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം തരുന്നൊരു കാര്യം നിങ്ങൾ അറിയുന്നു. ആ ന്യൂസ് അറിയുന്ന ആ ഒരു മൊമെൻ്റാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കിടക്കുന്നത്. ഓക്കെ, കാരണം നമുക്ക് വേൾഡ് കാർഡ് കിട്ടണേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള സമയം കുറച്ച് ചാലഞ്ചിങ് ആണ്. കണ്ടു, നിങ്ങൾക്ക് 9 ഓഫ് വാണ്ട്സ് കിട്ടിയിരിക്കണേ. നിങ്ങളിപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതിൽ നിന്ന് മാറി നിങ്ങൾ എന്ത് ചെയ്യണോ, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് കഷ്ടപ്പാടും ചാലഞ്ചസും നിറഞ്ഞ ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങൾ നിൽക്കണം. അപ്പോൾ കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, കുറേ ചാലഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. അത്ര സുഖകരമായിരുന്നില്ല നിങ്ങൾക്ക് 2024. കുറച്ച് സ്ട്രഗിളിങ് ആയിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ 2024 വരെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷമായിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടായിരിക്കും ഈ ഒരു പ്രശ്നം, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മാറുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ക്ലാരിഫൈ 2 ഓഫ് കപ്സ്. മനസ്സിന് സന്തോഷം തരുന്ന, മനസ്സിനൊരു സമാധാനം തരുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, അങ്ങനത്തെ വ്യക്തികൾ, എനർജി, അങ്ങനെയൊക്കെയാണ്. പുതിയ ബന്ധങ്ങൾ, അത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ബന്ധങ്ങളായിരിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാം. പിന്നെ പുതിയ ചിലപ്പോൾ പാർട്ട്ണർ വരാം, അതും ഉണ്ടാവാം. കാരണം എല്ലാ ഏരിയയിലും മാറ്റം വരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഇതുവരെയും കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ തന്നെ ആ ലൈഫിൽ പുതുമ, പുതിയ ഫ്രഷ് എനർജി ഉണ്ടാവുക. ഓക്കെ, വീണ്ടും ആ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആവുന്നു. അങ്ങനെ നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആവുന്ന, നിങ്ങൾക്ക് എന്ത് മാറ്റമാണെങ്കിലും നിങ്ങളത് വളരെ കൂടുതൽ നിങ്ങളെ ഒരു സമാധാനമുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കൊണ്ടുപോവുക. ഓക്കെ, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. സ്പെസിഫിക്കലി ഒരു സോൾമേറ്റിൻ്റെ എനർജി ഞാൻ എടുത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കിങ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞല്ലോ, ഒരു സോൾമേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ പ്ലേസ്മെൻ്റ് ഉള്ള ഒരു മെസ്കുലിൻ എനർജി, വളരെ റൊമാൻറ്റിക് ആണ്, വളരെ ഇമോഷണലി അവൈലബിൾ ആണ്, വളരെയധികം കൈൻഡാണ്. ഓക്കെ, നല്ലൊരു മനസ്സുള്ള ആൾ, അല്ലെങ്കിൽ നല്ലൊരു മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങളുടെ സോൾമേറ്റ് ആണ്, ഡെഫിനറ്റ്ലി സോൾമേറ്റ് ആണ്. നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ജന്മത്തിൽ ആളെ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഒരു പരിചയം ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവാം. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു അക്വൈൻറ്റൻസ് എനർജിയാണ് കാണുന്നത്. പക്ഷെ അത് ഇനി ഒരു അക്വൈൻറ്റൻസിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജിയും ഞാൻ കാണുന്നു. ഓക്കെ, നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നു. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ നേടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് അവരെത്രത്തോളം നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് എന്ന് നിങ്ങളോട് പറയുന്ന ഒരു സ്റ്റേജിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവരോട് ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഇനി അവർ വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ അത് ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട്ലി എനർജിയും തുടങ്ങി വളരെ വേഗം തന്നെ അവർക്കും ആ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, ഓക്കെ, ഏത് മേഖലയിലും ബന്ധപ്പെട്ടായിക്കോട്ടെ, നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം വരുന്ന ഒരു സമയം. അതെല്ലാം കൂടെ ഒരുമിച്ച് ആവും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ
എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ജോലിയിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഡ്രീം ജോബ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല വാർത്തകൾ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഫങ്ഷൻസ്, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന പല പല ഫങ്ഷൻസ് ഇവൻറ്റ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഡ്രീം ജോബ് നിങ്ങൾക്കുണ്ട്, നിങ്ങളത് ഇങ്ങനെ ആക്റ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അതിനായിട്ട് നിങ്ങളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് കൊണ്ട് ഓഫർ ചെയ്യാന്ന് പറയില്ല, നിങ്ങൾക്ക് കൊണ്ടുതരിക. നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിക്കുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്പനിയിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച അതേ ജോബാവാം, പക്ഷേ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യണം, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, നിങ്ങളെ ഒരു ഇൻവൈറ്റ് ചെയ്യണം അവർ, ആക്ച്വലി അവരുടെ കമ്പനിയിലേക്ക്, അവരുടെ ടീമിലേക്ക്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒക്കെ ഒരു സന്ദർഭം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഈ ഗ്രൂപ്പ് 2 ചിലർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒട്ടുമിക്കവർക്കും അതുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കാണുന്നു. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നടക്കുമെന്ന് കാണുന്നു. പൊതുവെ വളരെയധികം ഒരു സമാധാനം, സ്വസ്ഥതയും നിറഞ്ഞ ഒരു സമയം. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് ബിസി ആയിരിക്കും എന്ന് കാണുന്നു, പക്ഷെ നിങ്ങളത് എൻജോയ് ചെയ്യുന്നതാണ്. ഓക്കെ, വളരെയധികം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു മാറ്റമാണ് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, നമുക്ക് എംപ്രസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്താ, ഒരുപാട് പണത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവലാതികളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിത രീതി ഒക്കെ മാറുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിലേക്കാണ് നിങ്ങളുടെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിക്കുന്നതിന് വേഗത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുക എന്ന് കാണുന്നു. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും പിന്നേക്ക് പിന്നാലെ എന്താ നടക്കുക, ആ ഒരു എനർജിയാണ് കാണുന്നത്. അതെല്ലാം നടക്കുന്നത് കൂടി തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇങ്ങനെ കൂടി വരും. ഓക്കെ, ആത്മവിശ്വാസം മാത്രമല്ല, ഈശ്വരനിലും മാനിഫെസ്റ്റേഷനിലും എല്ലാം നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളും സഫലീകരിക്കുക എന്ന് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, നിങ്ങളുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ്, ഒരു ഗ്ലോ അപ്പ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുക, നിങ്ങൾ ആളുകളായിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ അധികമായിട്ട് ഇടപഴകാതിരിക്കുന്നൊരവസ്ഥയാണെന്ന് വിചാരിക്കൂ. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങൾ എന്ത് ചെയ്യാണ്, എല്ലാവരുമായിട്ട് ഇടപഴകുന്നു, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് കരിയറിലും ഒരുപാട് സക്സസ് ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് വുമൺ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും വളരെ പോപ്പുലർ ആവുന്നു, അതിലൊരുപാട് സക്സസ് ഉണ്ടാകുന്നു. പിന്നെ ഒരുപാട് ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, നിങ്ങളുടെ സക്സസിൻ്റെ ഭാഗമായിട്ടുള്ള സെലിബ്രേഷൻസ് ആയിരിക്കാം ഒക്കെ നടക്കുന്നു. പിന്നെ നിങ്ങളുടെ സോൾ ട്രൈബിലുള്ള മെമ്പേഴ്സ്, നിങ്ങളുടെ ശരിയായ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു, നിങ്ങൾ അർഹിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയണ്ടേ, വളരെയധികം ഒരു പോസിറ്റീവ് ഷിഫ്റ്റ്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ ഒരു ഗുഡ് ഇൻഫ്ലുവൻസ്, ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ അത്രയും മറിയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന, ഉറക്കമില്ലാത്ത, ചെറിയ കാര്യം മതി വല്ലാണ്ട് ടെൻഷൻ അടിക്കുക, പിന്നെ ഉറക്കം വരയ്ക്കില്ല, ഭക്ഷണം വരയ്ക്കില്ല, അങ്ങനത്തെ ഒരാളായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ വളരെയധികം മാറും. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എന്താ പറയുക, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നോക്കി കാണുന്നു. മാത്രമല്ല അനാവശ്യമായ ടെൻഷനുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടെൻഡൻസിയിൽ നിന്ന് മറികടക്കാനായിട്ട് നിങ്ങളിങ്ങനെ കാലങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് നിങ്ങൾ മറികടക്കാണ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി നിങ്ങളുടെ ഒരു പണവുമായിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജറ്റിക്കൽ കണക്ഷൻ, അതിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഒരുപാട് മാറ്റം കാണുന്നുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് വൈസ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആർക്കെങ്കിലും ഒരു ഹെൽത്ത് വൈസ് ഒരു ബുദ്ധിമുട്ടുണ്ട്, അവരതിനായിട്ട് കുറേ കാലങ്ങളായിട്ട് ചികിത്സ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു ആരോഗ്യസ്ഥിതിയിൽ, നിങ്ങളുടെ ഒരു ആരോഗ്യസ്ഥിതിയിലും ഒക്കെ മാറ്റമുണ്ടാവും. അതും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഒരു വ്യക്തിയുടെ ആരോഗ്യം, അവർക്ക് ആ അസുഖം മാറുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാകുമ്പോൾ അതും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ബൗണ്ടറീസ് ഒക്കെ സ്ട്രോങ് ആവുന്നത് കാണുന്നു. നിങ്ങൾ വളരെ ഒരു പവർഫുൾ പൊസിഷനിലേക്ക് മാറുകയാണ്, നിങ്ങളുടെ എനർജി ഒരുപാട് മാറുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ള കൃത്യമായ ഒരു ധാരണ കിട്ടുന്നു. പിന്നെ നിങ്ങൾ ആ ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുന്നു. കാരണം ഒരുപാട് പേര് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ,
അതിനെ ആ മാറ്റി നിർത്താൻ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കും. കാരണം നിങ്ങളുടെ ലൈഫ് അങ്ങനെ അത്രയും ഡ്രാസ്റ്റിക്കലി മാറുകയാണ്. ആ മാറുമ്പോൾ പ്രത്യേകിച്ച് പണമൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഹെൽത്തി ബൗണ്ടറിയാണ് വെക്കുന്നത്. നോ പറയേണ്ടവർക്കൊക്കെ നോ പറയാം. അങ്ങനെ എന്താ പറയുക, ഒരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി കളഞ്ഞിട്ടുണ്ടായിരിക്കും. കുറച്ച് നാൾക്ക് ശേഷം നിങ്ങളെ കാണുന്ന ആരെങ്കിലും നിങ്ങളെ കാണുകയാണെങ്കിൽ അവർക്ക് ശരിക്കും നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നിങ്ങളും അവർ കാണുന്ന സമയത്ത് നിങ്ങളുടെ എനർജിയും ഇനിയിപ്പോൾ അവർ കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ അത്രയും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, വളരെ ഡിഫറൻസ് ഉണ്ടാവും. രണ്ട് എന്താ പറയുക, എക്സ്ട്രീമിൽ നിൽക്കുന്ന പോലെ ഉള്ള ഡിഫറൻസ് ആണുള്ളത്. മൊത്തത്തിൽ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ മാറ്റങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുന്നു. നിങ്ങളുടെ ആ ഒരു ജീവിതത്തിനെ കാണുന്ന രീതികളായിക്കോട്ടെ, പിന്നെ ഇതുവരെ നടന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ആ കാഴ്ചപ്പാട് കിട്ടുന്നതിലൂടെ തന്നെ അതിൽ നിന്നെല്ലാം, കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും അതിനെല്ലാം വിട്ടുകളഞ്ഞ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തരത്തിലുള്ള പാസ്റ്റ് എനർജിയിലും പിന്നെ എന്ത് ചെയ്യില്ല, ഫോക്കസ് ചെയ്ത് നിൽക്കില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവണം എന്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നത്, എന്താണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ നിങ്ങൾക്കൊരു വ്യക്തത വരികയാണ്. മനസ്സിലായോ? നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിയുള്ള കാര്യങ്ങൾ, അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, ചിലപ്പോൾ ഒരു യാത്രയിൽ തന്നെ ഉണ്ടാവാം കേട്ടോ. നിങ്ങൾ ഒരു വേറെ നാട്ടിലേക്ക് മാറി താമസിക്കാനൊക്കെ ഒരു സാധ്യതയും ഉണ്ടാവാം. അത് ഡിപ്പെൻസ്. നിങ്ങൾ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു വേറെ നാട്ടിലേക്ക് നിങ്ങൾ മാറാനും റീലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ക്ലാരിഫൈ ദ സെൻ ഓഫ് സോർട്സ്. പിന്നെ നിങ്ങളോട് ആ ഒരു നല്ല ഇൻറ്റൻഷൻസ് ഇല്ലാത്ത വ്യക്തികൾ ആരാന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്, മാറുകയാണ്. ഞാൻ കാണുന്ന നിങ്ങളുടെ കുടുംബ ബന്ധം വളരെയധികം ഒരു ഹാപ്പി ആയിട്ട് മാറുകയാണ്, വളരെ ഹാർമോണിയസ് ആയിട്ട് മാറുകയാണ്. എന്താ പറയുക, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആസ്വദിക്കുന്ന സമയം നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള സമയമായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫാമിലിയുടെ ഉള്ളിൽ ഒരു ചെറിയ എന്താ പറയുക പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ മാറുന്നു. ഓക്കെ, കംപ്ലീറ്റ്ലി മാറി വളരെ സ്വസ്ഥമായൊരു കുടുംബാന്തരീക്ഷമാണ് ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, സ്പിരിച്വലിയും നിങ്ങൾ ഒരുപാട് ഒരു അപ്ഗ്രേഡ് സംഭവിക്കുക, ഒരു അവോക്കണിങ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സൈക്കിക് ഗിഫ്റ്റ്സ് ഒക്കെ കൂടുതൽ സ്ട്രോങ്ങർ ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളതറിയും, ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആ ഒരു ഇന്നർ ഗൈഡൻസ് ഒക്കെ വളരെ ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വീണ്ടും വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ലൈഫ് മാറുകയാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എല്ലാം സംഭവിക്കുന്നതിന് അതിൻ്റേതായ സമയമുണ്ട് എന്ന്. ഓക്കെ, ഒരു മൂവിയിൽ തന്നെ ഉണ്ടല്ലേ ആ ഡയലോഗ്. അപ്പോൾ അതുപോലെ തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ആരോഗ്യപരമായിട്ട് നിങ്ങൾക്കൊരു വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നല്ല വ്യത്യാസം വരും. പ്രത്യേകിച്ച് ഒരു സ്കിൻ ഇഷ്യൂ, ഹെയർ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അതിനായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പല പരീക്ഷണങ്ങൾ നടത്തുന്നതാണെങ്കിൽ ആ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ ബന്ധങ്ങൾ ഞാൻ പറഞ്ഞു അതുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയം, അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് വരുന്നു. പിന്നെ നിങ്ങൾ കൂടുതൽ ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു ഹാർമോണിയസ് എനർജി ആണ് നിങ്ങൾക്ക് ഞാൻ കാണുന്നത്. ഇനി എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 2 നൽകാനുള്ളത്? ഈ ഒരു അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഈ ഒരു വൈകി എത്തുന്ന അനുഗ്രഹത്തിൻ്റെ ബേസിൽ എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? ഓക്കെ, താങ്ക്സ്. അപ്പോൾ ആദ്യമായി തന്നെ പറയുന്നു, നിങ്ങൾക്ക് നന്നായിട്ട് ആളുകളെ നിരീക്ഷിക്കാനും സാഹചര്യങ്ങളെ നിരീക്ഷിക്കാനും ആ നിരീക്ഷണത്തിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ,
അപ്പോൾ ഒരാൾ അയാളുടെ ഇൻറ്റൻഷൻ അയാൾ പുറത്ത് കാണിക്കുന്നത് തന്നെയാണോ അയാളുടെ ശരിയായ ഉദ്ദേശം, അതോ അയാളുടെ ഉദ്ദേശം എന്താ പറയുക മോശമാണ്, പക്ഷേ അയാൾ നല്ല ഒരു വ്യക്തിയായിട്ട് കാണിക്കണമെങ്കിൽ അയാൾ ശരിയായ ഉദ്ദേശം അതല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളൊരു കീൻ ഒബ്സർവർ ആണ്. ഓക്കെ, നന്നായിട്ട് നിങ്ങൾക്ക് ആളുകളെ നിരീക്ഷിക്കാനും സാഹചര്യങ്ങളെ നിരീക്ഷിക്കാനും ആ നിരീക്ഷിക്കുന്നതിലൂടെ തന്നെ ആ സാഹചര്യത്തെ പറ്റി ആ വ്യക്തിയെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് നടത്താനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യണം. മുന്നോട്ട് പോകും തോറും നിങ്ങളത് യൂസ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ എപ്പോഴും ആ ഒരു നിങ്ങൾ ഈ പുതിയ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഒരു നടക്കുന്ന മാറ്റങ്ങളെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ എക്സൈറ്റ്മെൻറ്റോടെ നിങ്ങളതിനെ വെൽക്കം ചെയ്യണം. അങ്ങനെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കും തോറും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യും, പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യലി മാറ്റമൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ അതിൽ നിന്ന് ദാനമൊക്കെ ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും ഈ പൈസ ഇല്ലാത്തവരൊക്കെ സഹായിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളത് യൂസ് ചെയ്യണം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവസരം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേർന്നില്ലെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പോലെ അനാഥാലയങ്ങൾക്ക് പൈസ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പാകത്തിനാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ പൈസ ഇല്ലാത്തപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണ്, അപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ എന്താണ് നിങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വിഷമം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ സഹായിക്കാൻ പറ്റുമ്പോൾ, ഓക്കെ, അതായത് നിങ്ങളെപ്പോലെ തന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം എന്ന് പറയുന്നു. പ്രൊവൈഡഡ് ആ വ്യക്തികൾ നിങ്ങൾ യൂസ് ചെയ്യല്ല. ഓക്കെ, അവർ പറയുന്നത് തന്നെയാണ് സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, ആ കീൻ ഒബ്സർവേഷൻ നിങ്ങളവിടെ യൂസ് ചെയ്യണം. എനിക്ക് ചിലപ്പോൾ ചിലർ നിങ്ങളുടെ പൈസ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കീൻ ഒബ്സർവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവർ അഭിനയിക്കുകയാണോ അല്ലയോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊരു കോൺഫ്ലിക്റ്റ് എനർജി ഉള്ള ആളുകൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളുടെ ഒരു ലൈഫിൽ മാറ്റം വരുമ്പോൾ ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചിലപ്പോൾ ചെയ്തു എന്ന് വരില്ല. ഓക്കെ, അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, നിങ്ങൾ വന്ന വഴി മറന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗൊക്കെ പറയാനോ അല്ലെങ്കിൽ ഒരു തർക്കത്തിനൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ മാറി മറിയുമ്പോൾ ആ ലൈഫിൻ്റെ ഒരു ഭാഗമാകണം. അപ്പോൾ അതിലൂടെ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ഗുണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി അതിന് സമ്മതിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അവരെ മാറ്റി നിർത്തുന്നു. ആ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു തർക്കത്തിലേക്കോ വഴക്കിലേക്കോ ഒക്കെ നയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദയവേത് അതിലേക്കൊന്നും സമയം ഫോക്കസും കൊടുക്കരുത്. അവരെന്താ വെച്ചാൽ പറയണേ. ഓക്കെ, നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ അകറ്റി നിർത്തണേ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ നാട്ടുകാരെന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോട്ടെ, നിങ്ങൾ അതും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ നാട്ടുകാർക്കും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയില്ല. ഓക്കെ, പിന്നെ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ഓക്കെ, ആത്മവിശ്വാസം വളരെ വളരെ എന്താ പറയണ്ടേ ഉണ്ടാവേണ്ടതാണ്. മുന്നോട്ട് പോകും തോറും മാറ്റങ്ങൾ കൂടുതൽ ഉണ്ടാകും തോറും നിങ്ങളുടെ ആത്മവിശ്വാസം അതനുസരിച്ച് കൂടി വരണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, അതിന് ദൈവത്തിനോട് നന്ദിയും പറയണം. ആ ഒരു എനർജി, ആ മാനിഫെസ്റ്റേഷൻ എനർജി നിങ്ങൾക്ക് നല്ലത് വരുത്തുന്ന രീതിയിൽ, അതേസമയം മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്താത്ത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ യൂസ് ചെയ്യണം എന്നും യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, അപ്പം നമുക്കിനി ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 2-നുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്രാവശ്യം റീഡിങ്ങിലെ ക്ലൂസ് അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ക്ലൂസാണ് വരുന്നത്. സാധാരണ അങ്ങനെ വരില്ല. ചിലപ്പോൾ അങ്ങനെ എത്ര നമ്മൾ ഷഫിൾ ചെയ്താലും വരില്ല, അങ്ങനെയാണ്. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ നമ്മൾ തൊട്ടാൽ മതി ഇങ്ങനെ നിറയെ ക്ലൂസ് വരും. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ക്ലൂസ് ഉണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് മെയ് മാസം കിട്ടിയിട്ടുണ്ട്. മെയ് മാസമാണ് ഒരു മാസമായിട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ മെയ് മാസം ചിലപ്പോൾ നിങ്ങളുടെ ജന്മമാസമായിരിക്കാം,
അല്ലെങ്കിൽ ഈ മെയ് മാസം, മെയ് 2025, ഓക്കെ, ഇപ്പോൾ ഈ ഡിസംബർ തൊട്ട് മെയ് 2025 വരെയുള്ള സമയം, അല്ലെങ്കിൽ മെയ് 2025 നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ പറഞ്ഞ ഈ മാറ്റങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക, ചിലപ്പോൾ ഒരു ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ടൈമായിരിക്കാം ഈ മെയ് 2025 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സീസൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. സ്പ്രിംഗ് സീസൺ കിട്ടിയിട്ടുണ്ട്, ഓക്കെ, ഓട്ടം, ഫോൾ, മൺസൂൺ സീസൺ. അപ്പോൾ സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സ്പ്രിങ്ങും സമ്മറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അങ്ങനെ അല്ലാതെ വസന്തകാലം എന്നൊരു പ്രത്യേക ഒരു കാലമുള്ളതായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അതാണ് ഒരു എന്താ പറയണ്ടേ, മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ടൈം സ്പ്രിംഗ് സീസണിലേക്ക് വരുന്നതാണ്. പിന്നെ അവിടെ സമ്മർ കഴിഞ്ഞാൽ സ്പ്രിംഗ് ഒരു സെക്ഷനും കൂടി ഉള്ളതാണ്. പിന്നെ അവിടെ നിന്ന് മൺസൂൺ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ മൺസൂൺ. പിന്നെ ഓട്ടം, ഫോൾ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആയിട്ട് മൺസൂൺ. അപ്പോൾ ഈ ഒരു മാസങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളൊക്കെ 2025 നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജനിച്ചതും ആയിരിക്കാം. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയണ്ടേ, ആഴ്ചകളുണ്ട്. ട്യൂസ്ഡേ, ഓക്കെ, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച. അപ്പോൾ ഈ ആഴ്ചകൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആഴ്ചയിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ആഴ്ചകളും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു. അതെങ്ങനെ വേണമെങ്കിലും റെസനേറ്റ് ചെയ്യാം കേട്ടോ. എനിക്കതിപ്പോൾ എല്ലാവർക്കും ഉള്ളത് എങ്ങനെയാണെന്ന് ഒരേപോലെ ജനറലായിട്ട് പറയാൻ പറ്റില്ല. സാജിറ്റേറിയസ്, വെർഗോ, പൈസീസ്, ജെമിനായി, ഓക്കെ, ഈ പറയുന്ന പ്ലേസ്മെൻറ്റ്സ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്ങിൽ ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് ഇനീഷ്യൽസ് ആണ് കിട്ടിയിരിക്കണേ. ബി, ടി, ജെ, ഐ, സി, സെഡ്, ഓക്കെ. അപ്പോൾ ഇതാണ് എന്താ പറയണ്ടേ, ഇനീഷ്യൽസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യലൊക്കെ ഇവിടെ ഉണ്ടാകാം. പിന്നെ നമുക്ക് കുറച്ച് തീയതികളാണ് കിട്ടിയിരിക്കുന്നത്. 19 കിട്ടിയിട്ടുണ്ട്, 7, 30, 15, 27, 26, 8, 17 നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവും. പിന്നെ ഈ തീയതികൾ ഇപ്പോൾ പറഞ്ഞ മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളിൽ ഈ തീയതികളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തീയതികളൊക്കെ വരുമ്പോൾ നോക്കുക എന്താണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ടോ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ, എനർജിയിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. എനിക്ക് നിങ്ങൾ ഈ റീഡിംഗ് ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, ഓക്കെ. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് എന്നിൽ നിന്ന് ഇനിയും ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാം ആണ്, ഈ ഒരു പൂവാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വൈകി എത്തുന്ന ആ അനുഗ്രഹം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കൺഫർമേഷൻ കാർഡ് എടുക്കുന്നുണ്ട്. അതായത് ഏത് മേഖലയിലാണ് നിങ്ങളുടെ ഈ ഒരു വൈകി എത്തുന്ന അനുഗ്രഹം സംഭവിക്കുന്നത് എന്നുള്ളത്, ഓക്കെ. അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു മാറ്റം, ഈ ഒരു അനുഗ്രഹമെങ്കിൽ നമുക്ക് എംപറർ കാർഡ് കിട്ടണം. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുഗ്രഹമാണെങ്കിൽ നമുക്ക് ലവേഴ്സ് കാർഡ് കിട്ടണം. അല്ല, നിങ്ങളുടെ എന്താ പറയുക, സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കുടുംബാന്തരീക്ഷവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റമാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണെങ്കിൽ നമുക്ക് എംപ്രസ് കാർഡ് കിട്ടണം. ആത്മീയപരമായിട്ടുള്ള ഒരു അനുഗ്രഹമാണെങ്കിൽ ഹൈ പ്രീസ്റ്റസ് കിട്ടണം. അല്ല, നിങ്ങളുടെ ജീവിതത്തിന് മൊത്തത്തിൽ, ഓക്കെ, എല്ലാ മേഖലയിലും നല്ല ഒരു പോസിറ്റീവ്ലി ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹമാണെങ്കിൽ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടണം. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഈ ഒരു അനുഗ്രഹം, വൈകി എത്തുന്ന അനുഗ്രഹം സംഭവിക്കുന്നത്? അപ്പോൾ ബാക്കി ഏത് കാർഡ് കിട്ടിയാലും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യില്ല കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ കൺഫർമേഷൻ കാർഡിൽ ഏതെങ്കിലും ഒന്നാണ് കിട്ടേണ്ടത്.
ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് ഈ വൈകി എത്തുന്ന അനുഗ്രഹം ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ എന്താ പറയണ്ടേ, ഫാമിലി ലൈഫ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതം, ആ ജീവിതത്തിൻ്റെ ബേസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്കൊരു അനുഗ്രഹം, വൈകി എത്തുന്ന അനുഗ്രഹം ഉണ്ടാകുന്നത്. നിങ്ങൾ ഇതുവരെയായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതിൽ ഒരു മാറ്റം, അതുമായി ബന്ധപ്പെട്ടൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയത്. നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അതാണ് ഈ വൈകി എത്തുന്ന അനുഗ്രഹം എന്ന് നമുക്കറിയാൻ പറ്റി. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഗ്രൂപ്പ് 3ക്ക് നൽകാൻ പറ്റുമോ? എന്തൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാം ഈ ഒരു വൈകി എത്തുന്ന അനുഗ്രഹത്തിനെ കുറിച്ചിട്ട്? നിങ്ങളൊരു ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒരു ഷിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന തരത്തിലൊരു മാറ്റം വരുന്നുണ്ട് എന്നൊരു ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളത് എത്രത്തോളം റെക്കഗ്നൈസ് ചെയ്തു, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊക്കെ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഓൾറെഡി പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് പിന്നെ അതുപോലെ നിങ്ങൾക്കൊരു ക്യൂൺ ഓഫ് കപ്സ് എനർജിയും ഈ വ്യക്തിക്ക് ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയുമാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, പരസ്പരം ചേർന്ന് പോകുന്നതാണ് ഒരു പരിധി വരെ. കാരണം ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഫാമിലി ലൈഫിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വിശ്വാസം, പരസ്പര വിശ്വാസമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസിനും. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബജീവിതം കൂടുതൽ സ്ട്രോങ് ആവുന്ന ഒരു സിറ്റുവേഷൻ, കൂടുതൽ ആ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങൾ കൂടുതൽ സെക്യൂർ ആണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊത്ത് നിങ്ങൾ കൂടുതൽ സെക്യൂർ ആകുന്ന ഒരു ഫീൽ, നിങ്ങൾക്ക് കൂടുതൽ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ ഫൈനാൻസ് റിലേറ്റഡ് ആയിരിക്കാം. അപ്പോൾ കാര്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകുന്ന, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ വ്യക്തിനെ, ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്. ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സർപ്രൈസ് എൻട്രിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി വരുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് അവിടുത്തെ എന്താ പറയേണ്ട പൊട്ടൻഷ്യൽ, അതായത് കമ്മിറ്റ്മെൻറ്റ് ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇനി അതിനായി നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അത് പക്ഷേ എങ്ങനെ സംഭവിക്കും, എന്ത് സംഭവിക്കും എന്നുള്ളതിൽ ഒരു ചെറിയ ട്വിസ്റ്റ്, ഒരു സർപ്രൈസ് ഉണ്ട് എന്നർത്ഥം. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മാരീഡ് ലൈഫിൽ നിങ്ങൾ ഒരു സെക്യൂരിറ്റി വേണം, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വേണം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, ഒരു ലെവൽ ഓഫ് സ്റ്റെബിലിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുന്നു. അതാണ് നിങ്ങളുടെ ആ അനുഗ്രഹം. ഓക്കെ, നമുക്ക് വീണ്ടും ലവേഴ്സ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക, അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി കിട്ടുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങൾ ഇനി ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ. ചിലപ്പോൾ ആ മീറ്റ് ചെയ്യുന്ന സാഹചര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആയിരിക്കും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും. ഞാൻ ഇന്ന സാഹചര്യത്തിൽ മീറ്റ് ചെയ്യണം, ഇങ്ങനെ മീറ്റ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അതിന് ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവിക്കുമ്പോൾ, റിയാലിറ്റിയിൽ സംഭവിക്കുമ്പോൾ നിങ്ങളത് റെക്കഗ്നൈസ് ചെയ്യില്ലേ ചിലപ്പോൾ. നിങ്ങൾ പിന്നെ ആലോചിക്കുമ്പോഴാണ്, അല്ല ഞാൻ ഇതുപോലെ കണ്ടുമുട്ടണം എന്നല്ലേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അടുത്തതിന് ശേഷം നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ലൈറ്റ് ബൾബ് മൊമെൻ്റ് ഉണ്ടാവും. നിങ്ങളപ്പോൾ അല്ലല്ല ഞാൻ ഇതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്തത്, അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചത്, പക്ഷെ ഞാനത് നോട്ട് ചെയ്തില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയാൻ വഴിയുണ്ട്. ഓക്കെ, എന്തായാലും ഈ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ആ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട്, സ്പിരിച്വലി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സൈക്കിക് എനർജി വളരെ സ്ട്രോങ് ആവുന്നു. ഒരുപാട് സൈൻസ്, സിമ്പിൾസൊക്കെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു സമയത്ത്. ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങളിപ്പോൾ ഓൾറെഡി യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ റിയൽ ലൈഫിൽ 3D റിയാലിറ്റിയിൽ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന സൈൻസ് ഒക്കെ കാണിച്ചു തരണം, ഇന്ന ഏഞ്ചൽ നമ്പർ കാണിച്ചു തരണം, ഫ്രീക്വൻ്റ് ആയിട്ട് കാണിച്ചു തരണം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നടക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സ്പിരിച്വൽ സയൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും, മെസ്സേജസൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നു. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, നിങ്ങൾ സോൾ ട്രൈബ്സ് ആണ്, സോൾ ഫാമിലി മെമ്പേഴ്സാണ്.
പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഓക്കെ, ഒരു മുൻജന്മ ബന്ധമൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ കൂടുതലൊരു അട്രാക്ഷൻ. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഫയറി എനർജി വരികയാണ്. ആ ഒരു പാഷനൊക്കെ എന്താ പറയുക വീണ്ടും ഉണ്ടാവുന്നു. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹണിമൂൺ ഫേസിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പരസ്പരം ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക അട്രാക്ഷൻ, ആ പാഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീണ്ടും നിങ്ങളുടെ ഇടയിൽ വരികയാണ്. അങ്ങനത്തെ ഒരു മാറ്റം, ഒരു ഫ്രഷ് എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ എഗെയിൻ സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, വളരെ എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഒരാളോടും തോന്നിയിട്ടുണ്ടാവില്ല. അത്രയും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നു. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുമ്പോൾ ഇയാളെനിക്ക് അറിയാം, പക്ഷേ ഇയാളെ ഞാനായിട്ടൊരു കോൺടാക്റ്റ് ഒന്നും ഇല്ല ഇപ്പോൾ. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്, കോൺടാക്റ്റ് ഒന്നും ഇല്ല, എന്താ കാര്യം എന്നറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേസ് എൻ്റെ ആണ്. ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അവസാനിക്കുകയാണ്. നിങ്ങളൊരു യൂണിയനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എക്സൈറ്റഡ് ആവാനാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് അതിനൊന്നും നടക്കാൻ പോകുന്നില്ല ആണെങ്കിൽ അത് ആ വ്യക്തി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ക്ലിയർ എന്താ പറയുക ക്ലിയർ ആസ് എ ഡേ കൈൻഡ് ഓഫ് ഒരു സൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിൽ ഒരു ട്വിസ്റ്റ്, ഒരു പുതിയ ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഒരു സെപ്പറേഷൻ അവസാനിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ഞാൻ ഈ പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്, പക്ഷെ നിങ്ങൾ അവരും തമ്മിലൊരു എന്താ പറയുക പ്രണയമോ അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങോ അങ്ങനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള വ്യക്തി ആണെങ്കിൽ അതല്ല, ആ ആളല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അങ്ങനത്തെ ഒരു ഫേസിലേക്ക് നിങ്ങൾ ഇനി കടക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു സമാധാനം, നിങ്ങൾ ആ ഒരു കാത്തിരുന്ന് അവസാനം നടന്നു എന്നുള്ള ആ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. ഇതൊരു പുതിയ എനർജി തന്നെയാണ്. അതായത് എന്താ ഞാൻ പറഞ്ഞത്, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരിക്കലും റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിട്ടില്ല യെറ്റ്. സിംഗിൾസിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ സ്വസ്ഥതയും സമാധാനം നിങ്ങളുടെ മാരീഡ് ലൈഫിൽ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു യാത്രയ്ക്ക് ഒരുമിച്ച് പോയിന്ന് വരാം. ഓക്കെ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ആ ഒരു എന്താ പറയുക ക്ലാരിറ്റി കിട്ടുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൃത്യമായൊരു ക്ലാരിറ്റി കിട്ടുന്നു. ആ തെറ്റിദ്ധാരണകൾ ഉണ്ടായതൊക്കെ മാറുകയാണ്. അങ്ങനെ ലൈഫിൽ കൂടുതൽ സ്വസ്ഥത സമാധാനം നിങ്ങൾ എൻജോയ് ചെയ്യാണ്. പിന്നെ ഡെത്ത് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത പോലെ, ആ ഒരു റിലേഷൻഷിപ്പിൽ റീബർത്ത് നടത്തുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു എനർജിയിൽ ഒരു ഷിഫ്റ്റ്, ഒരു റിഫ്രഷിങ് എനർജി വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഡിവൈൻ യൂണിയൻ. ഓക്കെ, നമുക്ക് എല്ലാ കാർഡ്സും ഇങ്ങനെ പിന്നാലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ യൂണിയൻ ആണ് 4 of Wands. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിവരെ മീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടേ ഇല്ല, ചിലപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ വെച്ചിട്ടാവും മീറ്റ് ചെയ്യണം കേട്ടോ, അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും മാത്രമായിട്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനായിട്ട് സമയം മാറ്റി വയ്ക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് പുറത്തു പോകുന്നു, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു, ചില ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ എന്താ പറയുക ആ ഒരു കല്യാണം നടന്ന സമയം, ഓക്കെ, ആ ഒരു ഹണിമൂൺ ഫേസ്, ആ സമയത്തെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വളരെ ഒരു എന്താ പറയുക വീണ്ടും ആ ഒരു റൊമാൻറ്റിക് സൈഡിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു ഡേറ്റിംഗ് ഫേസിലേക്കൊക്കെ പോകുന്ന ഒരു, അത് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു റീസ്റ്റാർട്ട് നടക്കുകയാണ് നിങ്ങളുടെ മാരീഡ് ലൈഫിൽ. കൂടുതൽ നിങ്ങൾ ഓപ്പണായി സംസാരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഇത്രയും നാളും ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ എന്താ പറയുക മനസ്സിലാവാൻ വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു തുറന്ന സംസാരം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ് ഉള്ള സമയമാണെങ്കിൽ ആ ഡിസ്റ്റർബൻസസ് ഒക്കെ മാറുന്നു. ആ മാറുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ മാറി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ആ ട്രാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ഫീലിങ്സ് എല്ലാം നിങ്ങൾ പറയുകയാണ്, പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളതിങ്ങനെ മനസ്സിലിറക്കി വെക്കുന്നില്ല, നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയാണെങ്കിലും. ഓക്കെ,
നിങ്ങൾക്ക് ഒരു പേഴ്സണലി ഞാൻ ഈ റീഡ് ചെയ്യുന്ന വ്യക്തി നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഉണ്ടാവും. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആവുമെന്ന് കാണുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂടും. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിൽ നിന്ന് പോകും. നിങ്ങളെങ്ങനെയാണോ നിങ്ങളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലാതെ നിങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ സിംഗിൾ ആണെങ്കിലും ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഓക്കെ, ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു പണ്ടൊക്കെ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവരെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇൻസെക്യൂർ ആവാനോ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള കുറവുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പിന്നെ അതൊരു വിഷമമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല, ഇപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു റൊമാൻറ്റിക്കലി നിങ്ങളുടെ അടുത്ത് അഡ്വാൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അതിനെ എംബ്രേസ് ചെയ്യുക. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് തുറന്ന് പറയണ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇൻസെക്യൂരിറ്റി, നിങ്ങൾക്ക് ആദ്യം ഒരു നിങ്ങളിൽ എന്തൊക്കെയോ കുറവുണ്ടെന്നൊരു തോന്നലൊക്കെ ഫസ്റ്റ് മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മാറുകയാണ്. നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊട്ടക്റ്റീവ് എനർജി കൂടും. വളരെയധികം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു മാറ്റം നിങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും കരുതലൊക്കെ കുറച്ചും കൂടി നിങ്ങൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഉള്ളത് നിങ്ങൾ ഫുള്ളി എക്സ്പ്രസ് ചെയ്യാണ്. ഓക്കെ, ഇനി ഒരു മറയില്ലാതെ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ മാത്രമല്ല വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ വരുമ്പോൾ അത് മനസ്സിൽ വെക്കാതെ അല്ലെങ്കിൽ കാർഡ് കയറി ചിന്തിച്ചൊരു തീരുമാനത്തിലെത്താതെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു. അതിനൊരു എന്താണ് ക്ലാരിറ്റി എന്ന് വെച്ചാൽ ക്ലാരിറ്റി അപ്പോൾ തന്നെ വരുത്തുന്നു. അതിനൊരു ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് നിങ്ങളൊരു പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ആദ്യമൊക്കെ മറ്റുള്ളവരായിട്ട് ഒക്കെ ഷെയർ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പിയാണ്. നിങ്ങളത് വളരെ പ്രൈവറ്റായിട്ട് വെക്കുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈവിളൈസിലൊക്കെ വിശ്വാസമുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ലൈഫ് വളരെ സുഖമായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും അതൊരു എന്തെങ്കിലും കണ്ടുവച്ചാലോ എന്നുള്ളൊരു ഭയത്തിൽ നിങ്ങളത് ആരോടും പറയാതെ നിങ്ങളത് വളരെ പ്രൈവറ്റായിട്ട് നിങ്ങളത് എൻജോയ് ചെയ്യുന്നു, നിങ്ങളത് പ്രൈവറ്റായിട്ട് വെക്കുന്നു എന്നാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡ്രാസ്റ്റിക് ഗ്ലോ അപ്പാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു യാത്രയും ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ആ ഒരു മൊമെൻറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ആ ഒരു യാത്രയിലൂടെ നിങ്ങളുടെ ലൈഫിലും ഒരു ചേഞ്ച് വരുന്നതാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് താല്പര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് ആ റിലേഷൻഷിപ്പിലേക്ക് കടക്കുക എന്ന് കാണുന്നു. അതിപ്പോൾ ഒരു ട്രഡീഷണൽ മാരേജ് അപ്രോച്ച് ആണെങ്കിലും ഒരു അറേഞ്ച് മാരേജ് അപ്രോച്ച് ആണെങ്കിലും നിങ്ങൾ വളരെ ഷുവർ ആയിരിക്കും നിങ്ങൾ ആരെയാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളതിൽ. ഓക്കെ, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് കാണുന്നു. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, പ്രത്യേകിച്ച് ഈ കണക്ഷനിൽ ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങൾ വളരെയധികം തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഞങ്ങൾ വരുന്നത്. ലോങ് ടേം ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഈ വരുന്ന മാറ്റം ഓക്കെ അത് ലോങ് ടേം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ എത്ര നാളും ഫോക്കസ് ചെയ്ത ആ ഒരു ഫ്യൂച്ചർ സ്പൗസ് നിങ്ങൾ കാത്തിരുന്ന ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അത് ലോങ് ടേമിലേക്കാണ്. കുറച്ച് നാൾ വന്ന് അല്ലെങ്കിൽ കുറച്ച് നാൾ നന്നായി നിന്നിട്ട് പിന്നെ വീണ്ടും പഴയ പോലെ ആവുന്നതല്ല. ഇത് ലോങ് ടേമിലേക്കാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ യൂണിയൻ ജേണിയിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് ഇനി വരുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ ഗ്രൂപ്പ് 3ക്ക് കൊടുക്കാനായിട്ട്? നിങ്ങളോട് ഈ പറഞ്ഞ പോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്ന് തന്നെ പറയണം. ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യണം. പിന്നെ ഈ ഒരു കാര്യം ഞാൻ എൻജോയ് ചെയ്യേണ്ടതാണ്, ഇതൊന്നും ആഘോഷിക്കേണ്ടതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആഘോഷിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ്, എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ, ഈ റീഡിങ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഇവൻറ്റിനോ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നു. കാരണം
എന്തായാലും ആ ഒരുപാട് നല്ല നല്ല ഒരു എനർജി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു മാരേജ് ഫംഗ്ഷനിലൊക്കെ ആവാം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, പിന്നെ ധൈര്യമായിട്ട് യൂണിവേഴ്സിനെയും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. പ്രസൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്ത് വരും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളോ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫ് വളരെ റിലാക്സ്ഡ് ആവാനാണ് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങൾ ആ ഡിവൈൻ യൂണിയൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയമാണിപ്പോൾ. ഓക്കെ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ആ ഒരു ഫുൾ എനർജി നിങ്ങൾ എംബ്രേസ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഒരു ഗൈഡൻസ്, ഇനി എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാണ്ടോ? ഫൈനൽ ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റീഡിങ് ഇത്രയാണ്. ഇനി ഞാൻ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാണ് കേട്ടോ. ഗ്രൂപ്പ് 3ക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ക്ലൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് 2 ഗ്രൂപ്പിൽ ഈ ഒരു റീഡിങ്ങിൽ നമ്മുടെ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് ഡെക്ക് വളരെ ആക്റ്റീവാണ്, വളരെ ടോക്കറ്റീവാണ്. ഒരുപാട് ക്ലൂസാണ് തരുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് 2 സീസൺ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ റീഡിങ്ങിൽ മന്തുകളേക്കാൾ കൂടുതൽ സീസൺസ് ആണ് തരുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് സീസണും വിൻ്റർ സീസണാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ സ്പ്രിംഗ് സീസൺ തൊട്ട്, അതായത് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മാർച്ച് മാസം തൊട്ടാണ് തോന്നുന്നുണ്ട് അല്ലേ, സ്പ്രിംഗ്, മാർച്ച് ഏപ്രിൽ മാസം തൊട്ട്, അതെ, ആ വിഷുവിൻ്റെ സമയമൊക്കെ. അപ്പോൾ ആ സമയം തൊട്ട്, ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് വരെ, ജൂൺ ആകുമ്പോൾ പിന്നെ മഴക്കാലമായി. അപ്പോൾ ആ ഒരു സമയം തൊട്ട് വിൻ്റർ സീസൺ, അതായത് നെക്സ്റ്റ് ഇയർ ഒരു ജാനുവരി 2026 ഒക്കെ വരെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതും ഈ പറഞ്ഞ പ്രോഗ്രസ്സുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് സീസണും വിൻ്റർ സീസണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ വിൻ്റർ സീസണിലാണ്, അത് ഞാൻ പറയാൻ മറന്നു. നമ്മളിപ്പോൾ വിൻ്റർ സീസണിലാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഡിസംബർ മാസം വിൻ്റർ സീസണാണ്, ഡിസംബർ ജാനുവരി. അപ്പോൾ ജാനുവരി 2025 തൊട്ട് നിങ്ങൾ കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസംബർ 2024 തൊട്ട് നിങ്ങൾ കൂട്ടുക. ഡിസംബർ 2024, ജാനുവരി 2025, പിന്നെ ഒരു ഫെബ്രുവരി മുഴുവൻ വരില്ല, കാരണം ഫെബ്രുവരി മാർച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു ഏപ്രിൽ മാസം തൊട്ട് നമുക്ക് പറയാം. ഓക്കെ, സ്പ്രിംഗ് ആയിട്ട് ഏപ്രിൽ മെയ് ഒരു ജൂൺ വരെ സ്പ്രിംഗ് സീസൺ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആക്ച്വലി ജൂൺ 2025-നും ഡിസംബർ 2024-നും ജൂൺ 2025-നും ഇടയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഞാനിപ്പോൾ വിൻ്റർ സീസണാണെന്ന് മറന്നുപോയി. അപ്പോൾ ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു എനർജറ്റിക്കൽ ഷിഫ്റ്റും മൂമെൻറ്റ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു എന്നർത്ഥം. ഇനി നമുക്ക് 2 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്, തേഴ്സ്ഡേ, സാറ്റർഡേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു, ഈ പറഞ്ഞ മാസങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചില്ലേ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ഈ മാസങ്ങളൊക്കെ ചിലപ്പോൾ ഇതിലേതൊന്നും നിങ്ങളുടെ ജനന മാസമായിരിക്കും കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ്, അതും ഒരു എക്സ്ട്രാ കൺഫർമേഷനാണ്. പിന്നെ നമുക്ക് 2 സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്, ഏരീസ്, അക്വേറിയസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏരീസ് പ്ലേസ്മെൻറ്റോ അക്വേറിയസ് പ്ലേസ്മെൻറ്റോ നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് സൈനിൽ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനീഷ്യൽസാണ്, GHXO. നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യലൊക്കെ ഉണ്ടാകുക ഇതിൽ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഇനീഷ്യൽ ഉണ്ടാകും, കാരണം നമ്മൾ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിൻ്റെ ഇനീഷ്യലും ഇവിടെ ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 28, 15, പിന്നെ 4, 8, 20, 2, 23 നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാസങ്ങൾ, ഈ പറഞ്ഞ ഡേറ്റ്, അതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നു. അപ്പോൾ ഈ ക്ലൂസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജനന തീയതിയും ഒക്കെ ഉണ്ടാവാം കേട്ടോ, അതും ഉണ്ട്. ഈ ക്ലൂസ് അങ്ങനെയും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്, മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾക്ക് ഈ റീഡിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ റീഡിങ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇനി ഇതുപോലുള്ള റീഡിങ് നിങ്ങൾക്ക് കൂടുതൽ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.
നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും നേരം ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഞാൻ നേരാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക്